അസ്സലാമലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പണ്ട് കഥ പറഞ്ഞു, വളരെ പണ്ടെന്ന് പറയുമ്പോൾ ഹിജറ 470 നടക്കുന്ന ഒരു സംഭവം. അതിസമർത്ഥന്മാരായ 3 വിദ്യാർത്ഥികളുണ്ടായിരുന്നു ബഗ്ദാദിലെ നിലാമിയ മദ്രസയിൽ. അബൂ സയ്യിദ്, ഇബ്നു സഖ, അബ്ദുൽ ഖാദർ. പഠനത്തിലൊക്കെ വളരെ ബുദ്ധിമാന്മാരായ അതിസമർത്ഥന്മാർ. അങ്ങനെ ഇരിക്കെ ബഗ്ദാദിൽ വലിയൊരു അറിയപ്പെട്ടൊരു വലിയ വന്നിട്ടുണ്ടെന്ന് 3 അറിയുകയാണ്. 3 പേരും കൂടി ആ വലിയനെ കാണാൻ വേണ്ടി തീരുമാനിക്കുക. പോകുന്ന സമയത്ത് ഇബ്നു സഖ പറയുകയാണ്, ഞാൻ ഇന്ന് ആ വലിയനെ കണ്ട് ഒരു ചോദ്യം ചോദിക്കും. അദ്ദേഹത്തെ ഉത്തരം മുട്ടിക്കുന്ന ഇടങ്ങേറാക്കുന്ന ഒരു ചോദ്യം ഞാൻ ഇന്ന് ചോദിക്കും. രണ്ടാമനായ അബൂ സയ്യിദ് പറയുകയാണ്, ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം എന്താണ് എനിക്ക് മറുപടി പറയുക എന്ന് ഞാൻ പരീക്ഷിച്ചു നോക്കും. മൂന്നാമനായ അബ്ദുൽ ഖാദർ പറഞ്ഞു, ഞാൻ ഒന്നിനുമില്ല, അദ്ദേഹത്തെ കാണുക, കണ്ട് സന്തോഷം പ്രകടിപ്പിക്കുക, ബറക്കത്തെടുക്കുക, പോരുക, ഇതാണ് എൻ്റെ ഉദ്ദേശം. അങ്ങനെ 3 ആളും കൂടി ആ വലിയന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഈ കണ്ട ഉടനെ തന്നെ ഇബ്നു സഖയോട് പറയുകയാണ്, ഇബ്നു സഖ, നീ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം ഇതല്ലേ? അതിനുള്ള ഉത്തരം ഇതാ, പിടിച്ചോ. ഇബ്നു സഖ ചോദിക്കാൻ വേണ്ടി മനസ്സിൽ കരുതിയ ആ ചോദ്യവും ഉത്തരവും ആ വലിയ തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്. ശേഷം പറഞ്ഞു, നിന്റെ മുഖത്ത് ഒരു കുഫറിന്റെ അടയാളം നിന്റെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യം പിടിച്ചുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചു. രണ്ടാമനായ അബൂ സയ്യിദിനോട് പറയാണ്, നീ എന്നെ പരീക്ഷിക്കാൻ വന്നതാണല്ലേ, ഇതാ നീ ഉദ്ദേശിച്ച ചോദ്യവും അതിനുള്ള ഉത്തരവും ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ആ വലിയ അബൂ സയ്യിദിനോട് അതിനുള്ള ഉത്തരവും പറഞ്ഞു കൊടുത്തു. മൂന്നാമത്തെ ആള് അബ്ദുൽ ഖാദർ, നിനക്ക് എല്ലാ ഹൈറും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ബഗ്ദാദിൽ ഭാവിയിൽ വലിയൊരു പണ്ഡിതനായി അറിയപ്പെട്ട വലിയായി നീ മാറും എന്ന് ആ വലിയ അദ്ദേഹത്തിന് ഒരു അനുഗ്രഹം കൊടുത്തുകൊണ്ട് 3 ആളും പിരിയുകയാണ്. കാലങ്ങളേറെ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഇബ്നു സഖയും അബൂ സയ്യിദും അബ്ദുൽ ഖാദർ എന്നവർ 3 ആളും വളർന്നു വലിയ പണ്ഡിതന്മാരായി. ഇബ്നു സഖ വലിയ പണ്ഡിതനായി തീർന്നു, അറിയപ്പെട്ട ആളായി, വാഗ്മിയായി. അങ്ങനെ അദ്ദേഹം റോമിലെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇവിടുത്തെ രാജാവിന്റെ മകളോട് ഒരു പ്രണയം തോന്നിയെന്ന് മാത്രമല്ല, അയാൾക്ക് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. മുസ്ലിം ആയതുകൊണ്ട് അവൾക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല എന്നും, വിവാഹം കഴിക്കണമെങ്കിൽ ഇസ്ലാമിൽ നിന്ന് ക്രിസ്തു മതം സ്വീകരിക്കണമെന്നും അറിയിച്ചു. അഥവാ മതപരിവർത്തനം അന്നേയുണ്ട്. അയാൾ ഇസ്ലാമിൽ നിന്ന് ക്രിസ്തു മതം സ്വീകരിക്കുകയും ആ രാജാവിന്റെ മകളെ വിവാഹം കഴിക്കുകയും ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിരിക്കെ അയാൾക്ക് വലിയൊരു മാരകമായ രോഗം പിടിപ്പെടുകയാണ്. ആ രോഗം പിടിപ്പെട്ടപ്പോൾ ആ മകൾക്കും ആ രാജാവിനും അയാളെ വേണ്ടാത്തൊരവസ്ഥയിലേക്ക് വന്നു. അയാളെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി. അയാൾ തെരുവിൽ കിടന്ന് അതിദാരുണമായി മരണപ്പെടുകയാണ്. അബൂ സയ്യിദ് എന്ന ആൾ, അദ്ദേഹം വലിയ പണ്ഡിതനായി തീർന്നു. എന്നാൽ അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലാത്ത, വളരെ അതിസൂക്ഷ്മം ചെയ്താൽ കൂടി പിഴവ് സംഭവിക്കാവുന്ന ഒരു സാമ്പത്തികമായ കൈകാര്യം ചെയ്യാൻ വേണ്ടി അന്നത്തെ സുൽത്താൻ അദ്ദേഹത്തെ ആ വകുപ്പ് ഏൽപ്പിക്കുകയാണ്.